നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊന്നോണത്തോട്ടം ജൈവ കൃഷിക്ക് തുടക്കമായി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം പൊന്നോണത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മേശയും കസേരയും വിതരണം ചെയ്തു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വയലാർ സമരസേനാനിയും CPI പോർട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന AK ബാവയുടെ 5ാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സെക്രിയ ബസാറിന് സമീപം ഈസ്റ്റ് വെനീസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. B. നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമയനിയന്ത്രണം ലംഘിച്ച് സർവീസ് നടത്തുന്ന ടിപ്പറുകൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന് സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പ്രൈവറ്റ് ബസ്സുകളിൽ ഞായർ ഒഴികെ 6 ദിവസവും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കണമെന്നും യോഗത്തിൽ മുന്നറിയിപ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായും ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊന്നോണത്തോട്ടം ജൈവ കൃഷിക്ക് തുടക്കമായി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം പൊന്നോണത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായും ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം ജൈവ കൃഷിക്ക് തുടക്കമായി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച പച്ചക്കറി ബന്ദിപ്പൂ കൃഷി അമ്പലപ്പുഴ MLA H. സലാം തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹമാകെ നന്നായി പരിശ്രമിച്ചാൽ മലയാളിക്ക് ആവശ്യമായ പച്ചക്കറി പൂർണ്ണമായി നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് പൂർണ്ണമായ ഒരു സമൂഹത്തിന്റെ ആകെ ഒരു മനസ്സ് അതിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി ഒരു നല്ല താല്പര്യം നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും മനസ്സിൽ കൃഷിക്ക് അനുകൂലമായൊരു താല്പര്യം ജനിപ്പിക്കാനും കുറെ അധികം പേരെ പുതിയതായി കൃഷിയിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന പദ്ധതികൾ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ആലപ്പുഴ നഗരസഭ ചെയ്തു പോരുകയാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വർഷവും ആലപ്പുഴ നഗരസഭ ഈ കൃഷിയുടെ ഭാഗമായി പദ്ധതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസമൂഹവും ഒന്നായി പരിശ്രമിച്ചാൽ മലയാളിക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും എന്നാൽ അതിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണെന്നും H. സലാം MLA ചൂണ്ടിക്കാട്ടി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, MR പ്രേം, കൗൺസിലർമാരായ സൗമ്യരാജ്, G. ശ്രീലേഖ, സലീം മുല്ലാത്ത്, R. രമേശ്, B. നസീർ, മനീഷ സജിൻ, ക്ലാരമ്മ പീറ്റർ, P. റഹിയാനത്ത്, ഗോപിക വിജയപ്രസാദ്, പ്രഭാ ശശികുമാർ, കൊച്ചുത്രേസ്യമ്മ ജോസഫ്, കൃഷി ഓഫീസർ സീതാരാമൻ, ശുഭകേശൻ, CDS ചെയർപേഴ്സൺ സോഫിയ അഗസ്റ്റിൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത്. ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരേണ്ടതിനായുള്ള പരിശ്രമത്തിലാണ് ആലപ്പുഴ നഗരസഭ ഇപ്പോൾ. മാത്രമല്ല കാഴ്ചക്കാർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും നവ്യാനുഭവം പകരത്തക്ക രീതിയിൽ കൃഷിയിടത്തിൽ സെൽഫി പോയിന്റോട് കൂടിയാണ് ഇത്തവണ കൃഷി നടത്തുന്നത്. മാരക രോഗങ്ങൾ പരത്തുന്ന വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ ഒഴിവാക്കി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി പൊന്നോണത്തോട്ടം കൊണ്ട് നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.
ആലപ്പുഴ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി മേശയും കസേരയും വിതരണം ചെയ്തു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മേശയും കസേരയും വിതരണം ചെയ്തു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വിതരണ ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ നല്ല നിലയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരാണ് നമ്മുടേത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒന്നെടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി കഴിക്കേണ്ട ഒരു സ്ഥിതി. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റ് മുന്നിൽ വന്നു നിന്നുകൊണ്ട് എല്ലാം വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ആഹാരത്തിന് പ്രശ്നമില്ലാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിൽ കാര്യം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച വിദ്യാഭ്യാസ രീതി, ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ കുട്ടികൾ പുറകിലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുട്ടികൾ മുൻനിരയിൽ എത്തിച്ചേരുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവിൽ 160ഓളം വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. വാർഡുകളിൽ നിന്നും വാർഡ് സഭകളിലൂടെ അപേക്ഷകരായെത്തിയ വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും സൗജന്യമായി വിതരണം ചെയ്തത്. ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ R വിനീത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, MR പ്രേം, കൗൺസിലർമാരായ P രതീഷ്, ബീന രമേശ്, B നസീർ, P റഹിയാനത്ത്, ഹെലൻ ഫെർണാണ്ടസ്, രമ്യ സുർജിത്ത്, എലിസബത്ത്, ജ്യോതി പ്രകാശ്, ക്ലാരമ്മ പീറ്റർ, പദ്ധതി നിർവഹണ ഓഫീസറായ നസിയ, SC പ്രൊമോട്ടർമാരായ നീതു നീലാംബരൻ, അമലു S ചന്ദ്രൻ, CV രശ്മി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര വയലാർ സമരസേനാനിയും CPI പോർട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന AK ബാവയുടെ 5ാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സെക്രിയ ബസാറിന് സമീപം ഈസ്റ്റ് വെനീസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. B നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര വയലാർ സമരസേനാനിയും CPI പോർട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന AK ബാവയുടെ 5ാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPI പോർട്ട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ സെക്രിയ ബസാറിന് സമീപം ഈസ്റ്റ് വെനീസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നാടാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ച ഒരുപാട് രക്തസാക്ഷികൾ നമ്മുടെ നാട്ടിൽ. അതിന് വെള്ളവും വളവും കൊടുത്ത് ഈ നാടിനെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരുപാട് നേതാക്കൾ നമ്മുടെ മുന്നിൽ. സ്വന്തമായ ഒരു നേട്ടത്തിനും വേണ്ടിയല്ലാതെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളാണ് നമ്മുടെ നാടിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു PK ബാവ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം B നസീർ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖ്യ പ്രഭാഷണം നടത്തി. CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം P ജ്യോതിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. PK സദാശിവൻ പിള്ള, R അനിൽകുമാർ, B അൻസാരി, AR രംഗൻ, E ഇസ്ഹാഖ്, കൗൺസിലർമാരായ R വിനീത, നജിദ ഹാരിസ്, ഡോക്ടർ ഷെമിന സലീം തുടങ്ങിയവർ സംസാരിച്ചു. CPI പോർട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D സുദർശനൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി റിയാസ് ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് വിവിധ രംഗങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും MBBS, +2, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സമയനിയന്ത്രണം ലംഘിച്ച് സർവീസ് നടത്തുന്ന ടിപ്പറുകൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന് സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. പ്രൈവറ്റ് ബസ്സുകളിൽ ഞായർ ഒഴികെ 6 ദിവസവും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കണമെന്നും യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. തിരക്കുള്ള സമയങ്ങളിൽ ടിപ്പറുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ലംഘിച്ച് സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനമായി.
പ്രൈവറ്റ് ബസ്സുകളിൽ ഞായറാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കണമെന്നും കൺസെഷൻ നൽകാത്ത ബസ്സുകൾക്കെതിരെയും നടപടിയെടുക്കുമെന്നും കളക്ടറേറ്റിൽ ചേർന്ന സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. ഡെപ്യൂട്ടി കളക്ടർ ജിനു പുന്നൂസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ബസ് യാത്ര സുഗമമാക്കാൻ വിദ്യാർത്ഥി സൗഹൃദ ബസ് എന്ന സർവീസ് ആശയം നടപ്പിലാക്കുന്ന ബസ്സുകളെ അനുമോദിക്കും. +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോമിന്റെ അടിസ്ഥാനത്തിൽ കൺസെഷൻ അനുവദിക്കും. പ്രൈവറ്റ് ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പരമാവധി 40 കിലോമീറ്റർ വരെ ഒന്നിലധികം ബസ്സുകളിൽ കൺസെഷൻ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. കൺസെഷൻ കാർഡിന്റെയും കോഴ്സിന്റെയും കാലാവധി പരമാവധി 1 വർഷം വരെ ആയിരിക്കും. ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ നിന്നും നൽകുന്ന ഐഡന്റിറ്റി കാർഡിൽ കോഴ്സിന്റെ കാലാവധിയും അഡ്രസ്സും ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ബസ്സിൽ യാത്ര ചെയ്യാം. അല്ലാത്ത വിദ്യാർത്ഥികൾ MVD അനുവദിക്കുന്ന കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യണം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സൗജന്യ നിരക്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കഴിയുക. പ്രായപരിധി 27 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. തിരക്കുള്ള സമയങ്ങളിൽ സ്കൂൾ കുട്ടികളെ PTA പ്രതിനിധിയോ അധ്യാപകരോ ക്രമമായും അപകടരഹിതമായും ബസ്സുകളിൽ കയറ്റിവിടേണ്ടതാണെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA തുകയിൽ 20% ഉടൻ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിക്കുക, ബാങ്കിലെ ജീവനക്കാരുടെ കുറവിന് അടിയന്തര പരിഹാരം കാണുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറിയും കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോഴും ജീവനക്കാർ അവരുടെ താല്പര്യം ഈ ബാങ്കിന്റെ നിലനിൽപ്പും ഇതിന്റെ ഇടപാടുകാരുടെ താല്പര്യവുമാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സമരമുഖത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഒരു വലിയ കൂട്ടായ്മ എന്ന് നമുക്ക് പറയാവുന്ന കേരള ബാങ്ക് എന്തൊരു അധോഗതിയിലേക്ക് പോകുന്ന അവസ്ഥയാണെന്നുള്ളത്. കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യമാകെ ജനസംഖ്യ എടുക്കുമ്പോൾ 140 കോടിയിൽ അപ്പുറം. പക്ഷേ കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിൽ ഉണ്ടാകാത്ത അതിഗൗരവതരമായ തൊഴിലില്ലായ്മ. എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് P. മണിക്കുട്ടൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS. സന്തോഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. K. രാജീവൻ, സലീം, VS. അനിൽകുമാർ, H. നാരായണൻ, K. ശശീന്ദ്രൻ, MV. സുനിൽകുമാർ, H. ഷബീന, B. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം MJ ജേക്കബ് ധർണയ്ക്ക് സ്വാഗതവും PA. വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. PSC നിയമന നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അടിയന്തര തീരുമാനം കൈക്കൊള്ളുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 30, 31 തീയതികളിലായി എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദ്വിദിന പണിമുടക്ക് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ ധർണയിൽ കൂട്ടിച്ചേർത്തു. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ തത്സമയ പ്രശ്നോത്തരി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KG രാജേശ്വരി. വായിച്ചു വളരാം, സമ്മാനം നേടാം തത്സമയ പ്രശ്നോത്തരിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 150-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS. സുമേഷ്, പ്രധാന അധ്യാപിക KS. ജ്യോതികുമാരി, അധ്യാപിക PK. കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ ക്വിസ് അവതരിപ്പിച്ചു. മീഡിയ മാധ്യമം സർക്കാരിൻ്റെ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കാം, വിവിധ മീഡിയകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു ഡ്യൂട്ടിയാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. നമ്മൾ കേരള സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ
വാർത്തകളും സർക്കാരിൻ്റെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊന്നോണത്തോട്ടം ജൈവ കൃഷിക്ക് തുടക്കമായി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം പൊന്നോണത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മേശയും കസേരയും വിതരണം ചെയ്തു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വയലാർ സമരസേനാനിയും CPI പോർട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന AK ബാബയുടെ 5ാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സെക്രിയ ബസാറിന് സമീപം ഈസ്റ്റ് വെനീസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. B. നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമയനിയന്ത്രണം ലംഘിച്ച് സർവീസ് നടത്തുന്ന ടിപ്പറുകൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന് സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പ്രൈവറ്റ് ബസ്സുകളിൽ ഞായർ ഒഴികെ 6 ദിവസവും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കണമെന്നും യോഗത്തിൽ മുന്നറിയിപ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.